അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറും പ്രസിദ്ധ വചനപ്രഘോഷകനുമായ ഫാദർ ഡൊമിനിക് വാളംനാൽ അച്ഛന് ലഭിച്ച പരിശുദ്ധാത്മ പ്രേരണയിൽ സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് എന്ന പേരിലുള്ള പുതിയ താപസ സന്യാസ സമൂഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള സിറോ മലബാർ സഭയിലെ മൊണാസ്ട്രിയായി ഉയർത്തപ്പെട്ടു. മൊണാസ്ട്രിയിലെ പ്രഥമ അംഗങ്ങളായി നവസന്യാസ പരിശീലനം പൂർത്തിയാക്കിയ 7 പേരുടെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിന്റെ ചാപ്പലിൽ നടത്തപ്പെട്ടു. തന്റെ സാദൃശ്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ കാരുണ്യവാനായ ദൈവം നിന്നെ ധരിപ്പിക്കട്ടെ. ആത്മവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനും താപസ ജീവിതം നയിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ചാൻസലർ കുര്യൻ താമരശ്ശേരി അച്ഛൻ തിരുക്കർമ്മങ്ങളുടെ ആരംഭത്തിൽ ആശ്രമ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ഡിക്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തിരുക്കർമ്മത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ ജോസഫ് വെള്ളമറ്റം അച്ഛനും ആശ്രമ സ്ഥാപകനായ ഡൊമിനിക് അച്ഛനും സഹകാർമ്മികരായി. പൗരസ്ത്യ താപസ പാരമ്പര്യത്തിലും കർമ്മലീത്ത ബെനഡിക്റ്റൻ സംയുക്ത ആധ്യാത്മികതയിലും വേരൂന്നിയാണ് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് തങ്ങളുടെ നിയമാവലിക്കും ജീവിതക്രമത്തിനും രൂപം നൽകിയിരിക്കുന്നത്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. റോമ 14:8 എന്ന തിരുവചനമാണ് ആശ്രമ അംഗങ്ങളുടെ ആദർശവാക്യം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങൾക്ക് പുറമെ സവിശേഷമായി ദൈവവചന പ്രഘോഷണം 4ാമത്തെ വ്രതമായി സ്വീകരിച്ചു. സഭയുടെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതാന്തം താപസ ജീവിതത്തിലൂടെ ആത്മസമർപ്പണം ചെയ്യുന്നവരാണ് ദൈവകൃപയുടെ പുത്രിമാർ. തിരുവചന സന്ദേശത്തിൽ അഭിവന്ദ്യ പിതാവ് പ്രസ്തുത താപസ സമൂഹം സ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ഡൊമിനിക് വാളംനാൽ അച്ഛന് ദൈവം കൊടുത്ത വലിയ നിയോഗമാണെന്നും അച്ഛൻ്റെ വർഷങ്ങൾ ആയിട്ടുള്ള താപസ അരൂപിയിൽ നിന്നുള്ള സുവിശേഷ പ്രഘോഷണം അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണെന്നും അറിയിച്ചു. ഈ കാലയളവിൽ സന്യാസ പരിശീലനത്തിന് നേതൃത്വം നൽകിയ CMC കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യലും സന്യാസ പരിശീലകയുമായ സിസ്റ്റർ ആനി ബെൻസിറ്റയ്ക്ക് അഭിവന്ദ്യ പിതാവ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ 7 പേരാണ് നവസന്യാസ പരിശീലനത്തിന് ശേഷം പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ആശ്രമത്തിൻ്റെ ആദ്യ അംഗങ്ങളായി തീർന്നത്. അനേകം വൈദികരും സമർപ്പിതരും ദൈവജനവും വിശുദ്ധവും ലളിതവുമായ കർമ്മങ്ങൾക്ക് പ്രാർത്ഥനാപൂർവം സാക്ഷ്യം വഹിച്ചു. ആത്മവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനുമായി പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നിവയിൽ അധിഷ്ഠിതമായ താപസ ജീവിതം നയിച്ച് മരണം വരെ ദൈവവചനം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ട ഞാൻ, പരിശുദ്ധാത്മാവിന്റെ സിസ്റ്റർ ഏലിശ്വ, ആശ്രമ മധ്യസ്ഥയായ പരിശുദ്ധ റോസമിസ്റ്റിക്ക ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് ആശ്രമത്തിന്റെ ജീവിത നിയമം അനുസരിച്ച് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ദൈവവചന പ്രഘോഷണം എന്നീ വ്രതങ്ങൾ 1 വർഷത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് എൻ്റെ മദർ സുപ്പീരിയർ സിസ്റ്റർ ആനി ബെൻസിറ്റ CMC വഴി പരിശുദ്ധ തൃത്വത്തോട് വ്രതം ചെയ്യുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവളാണ്. ആമേൻ.